ലോകം അതികഠിനമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലയുകയാണ്. മുമ്പെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത വണ്ണം അടിക്കടി വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ, ഭൂമി കുലുക്കങ്ങൾ, ഇതൊക്കെയും ദൈവവചനത്തിൻ്റെ ഒരു നിവൃത്തിയും കൂടിയാണ്. 2017 മുതൽ നമ്മുടെ കൊച്ചു കേരളം എത്രയോ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല, വലിയ കൊടുങ്കാറ്റുകളില്ല. അറബിക്കടൽ ലോകത്തിലെ എല്ലാ കടലിനെക്കാളും സമാധാനമുള്ള ഒരു സമുദ്രമായിരുന്നു, ഒരു കടലായിരുന്നു. പക്ഷേ അതിനെല്ലാം ഭയങ്കരമായിരിക്കുന്ന മാറ്റം വന്നു. എന്നാൽ 2004 അപ്രതീക്ഷിതമായിരിക്കുന്ന ആ മഹാ സുനാമി വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ടുപോയി. അനേക കോടാനുകോടി രൂപയുടെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡോളറുകളുടെ നഷ്ടങ്ങൾ ലോകത്തിൽ തകർച്ചകളുണ്ടായി. എന്നാൽ അന്ന് മുതൽ പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും ഒരു ചെറിയ ഭൂമികൾക്ക് എവിടുന്നാലും സുനാമി എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ സുനാമി അങ്ങനെ എല്ലായ്പ്പോഴും ഉണ്ടാകാറില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് ഇപ്പോഴത്തേക്ക് ഏതാണ്ട് 2013 കാണിച്ചെന്നൊരു ദർശനം നിങ്ങളോട് അറിയിക്കുകയാണ്. ഇത് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നേരത്തെ ഞാനത് ചെയ്തിട്ടുണ്ട്, ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൊളംബോയ്ക്ക് നേരെ പടിഞ്ഞാറായിട്ട് മാലദ്വീപിന് തൊട്ട് വടക്കായിട്ട് ആ കൃത്യമായിരിക്കുന്ന പോയിന്റിൽ സമുദ്രം മുകളിലേക്ക് ഉയരുന്ന ഒരു രംഗം എന്നെ ദൈവം കാണിച്ചു. ഇത് 2013 കാണിച്ചതാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഉപമയായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നിശ്ചലമായിരിക്കുന്ന ഒരു ചെറിയ ജലാശയത്തിൽ ഒരാൾ മുങ്ങിക്കിടന്നിട്ട് പെട്ടെന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഓളങ്ങൾ ഉണ്ടാകുമോ അതുപോലെ അവിടെ സമുദ്രം ഉയരങ്ങളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായത്, ഒന്നുകിൽ അവിടെ ഒരു അഗ്നിപർവ്വത സ്ഫോടനമോ അല്ലെങ്കിൽ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു അസാധാരണമായിരിക്കുന്ന ഭൂചലനമോ ഉണ്ടായിട്ട് ആ വലിയ വേവ്സുകൾ, വലിയ തിരമാലകൾ അതെന്താണ് തീരങ്ങളിലേക്ക് അടിച്ചു കയറാനുള്ള സാധ്യത വെച്ചാൽ ഒരു വരുവാനിരിക്കുന്ന ഒരു മഹാ സുനാമി അറബിക്കടലിൽ നിന്ന് അല്ലെങ്കിൽ അറബിക്കടൽ ആ ഭാഗം ഇന്ത്യൻ ഓഷ്യനാണ് എങ്കിലും അറബിക്കടൽ എന്ന് പറഞ്ഞാലും കുറ്റമില്ല. അവിടുന്ന് ഉത്ഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൻ്റെ തീരങ്ങളിലുള്ള അനേക രാജ്യങ്ങളിലും അതിൻ്റെ അതിർത്തികളിലും മഹാനാശം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അത് ശക്തമാണ് എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോഴെന്താണ്, ഇനിയുള്ള കാലങ്ങളിൽ സമുദ്രാതിർത്തികളെ അതായത് ഗവൺമെൻറ്റുകൾ വളരെ ശക്തിയോടെ നിരീക്ഷിക്കുകയും എപ്പോഴും അലേർട്ടായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.